പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞത് സ്വീകരിക്കുകയാണ്, ആമേൻ പറഞ്ഞത് മുദ്ര വയ്ക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വളരെ സന്തോഷത്തോടെ ഞാൻ വരാച്ചൻ്റെ കൂട്ടായ്മയെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാളുകളിൽ കുട്ടികളൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ തീക്ഷ്ണമായ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പല കുട്ടികളെയും കണ്ട് പ്രാർത്ഥിച്ചത് ഓർക്കാണ്. സെഹിയോനിലേക്ക് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വന്ന് ഓർക്കാണ്. കുറവിലങ്ങാടൊക്കെ വന്ന് പ്രാർത്ഥന സ്വീകരിച്ചെല്ലാം ഞാൻ ഓർക്കാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു പ്രേരണ തരുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 54-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും, ഞാൻ എൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കുമെന്നാണ് വചനം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ പഠിച്ചാൽ അതുപോലെ ദൈവം ഉയർച്ച തരും. ദൈവഭക്തരായവരെ ദൈവം അതുപോലെ അനുഗ്രഹിച്ച് ഉയർത്തും. അതുകൊണ്ട് ശരിക്കും നമ്മുടെ പഠനത്തിൽ ഉയർന്നു വരുമ്പോൾ ദൈവഭക്തി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലപ്പോൾ കുട്ടികൾക്ക് അതിനകത്ത് കുറച്ചൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാരണവന്മാരെ നിർബന്ധിക്കണം, ചിലപ്പോൾ കാറ്റഗറിസം ടീച്ചേഴ്സ് നിർബന്ധിക്കേണ്ടി വരും, ചിലപ്പോൾ സിസ്റ്റർമാരോ വൈദികർ ആരെന്നൊക്കെ കുറച്ചൊരു നിർബന്ധ ബുദ്ധിയൊക്കെ അതിനകത്ത് വരുത്തുന്നത് നല്ലതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഒരു സാക്ഷ്യം ശ്രദ്ധിക്കാം. എൻ്റെ പേര് അൻസു, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. പയ്യന്നൂർ അവിടെയാണ് വീട്. അപ്പോൾ ഞാൻ നേഴ്സിംഗ് പഠിച്ചത് കർണാടകയിലെ ഹൊണോവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റ് ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞ കോളേജിലാണ്. അപ്പോൾ ആ ഹോസ്റ്റലിൽ അവിടുത്തെ വാർഡനൊരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ പറയും എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ അഭിഷേകാഗ്നി കാണണമെന്ന്. പല സ്ഥലത്തും അവർ സമ്മതിക്കില്ല, പക്ഷേ അവിടെ നല്ലൊരു സിസ്റ്ററായിരുന്നു. സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ദൈവവചനം കേൾക്കണം, നല്ലതാണ്, അങ്ങനെ പ്രോത്സാഹിപ്പിക്കും അല്ലേ. നിർബന്ധമായിട്ടും പോയി കാണണമെന്ന് പറയും. ആ സിസ്റ്ററിനോട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. സിസ്റ്റർ ഡയാന എന്നാ പേര്. അപ്പൊ സിസ്റ്റർ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു അഭിഷേകത്തിന് പോയി കാണാൻ. എപ്പോഴും കുർബാന കൊന്ത ഇതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഇഷ്ടമില്ലാതെ പറയണ വാക്ക് കേട്ടോ, കുർബാന കൊന്ത പുരുഷന്റെ വഴി ഇതിന്റെയും കൂടെ ഒരു കുറവ് ദൈവമേ കൊണ്ട് അപ്പൊ ഇഷ്ടമില്ലാതെയാണ് പോയി കണ്ടത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും ശാലോൺ ടി വി വെച്ചാൽ പോലും ഞാൻ ആ പരിസരത്തൂടെ പോകത്തില്ലായിരുന്നു. പരിസരത്തൂടെ പോയല്ല, വേറെ വഴിക്ക്. ഓക്കെ. അപ്പോൾ അഭിഷേകാഗ്നി ഇതിൽ കണ്ടപ്പം ഒരു കൊച്ചിങ്ങനെ നല്ല മാർക്കോടുകൂടി ജയിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. അപ്പം ഫസ്റ്റ് ഇയറിൽ ഞാൻ പഠിച്ചുകൊണ്ട സമയത്ത് സീനിയർ ചേച്ചിമാർ പറയും ഫസ്റ്റ് ഇയറൊക്കെ ജയിക്കാൻ ഭയങ്കര പാടാണ്, ഏതെങ്കിലും ഒരെണ്ണത്തിന് പൊട്ടിയ പിന്നെ തീർന്നു, അങ്ങനെയൊക്കെയാണ് ചേച്ചിമാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ ആ കൊച്ചിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ഞാനും പ്രാർത്ഥിച്ചു 4 കൊല്ലവും ജയിക്കാനുള്ള മാർക്കോടുകൂടി എനിക്ക് ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങണമെന്ന്. വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല, ജയിക്കാനുള്ള മാർക്ക് മാത്രം മതിയെന്ന്. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി കാണാൻ തുടങ്ങി. പിന്നെ വേറൊരു ദിവസം ഒരു സാക്ഷ്യത്തിൻ്റെ അകത്തുണ്ടായിരുന്നു യേശുനാമത്തിൻ്റെ ശക്തി. ആ ബുക്കിൻ്റെ അകത്ത് എനിക്ക് ഇത്ര ശതമാനം മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞ ഒരു കൊച്ച് എഴുതി വെച്ചതുപോലെ. അപ്പം അതുപോലെ അത് കണ്ടിട്ട് ഞാനും അങ്ങനെ ബുക്ക് വാങ്ങിച്ചിട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു എനിക്കും ജയിക്കാനുള്ള മാർക്കോടുകൂടി ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങാൻ പറ്റണേന്ന്. അങ്ങനെ പഠിച്ചിറങ്ങുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ വന്ന് സാക്ഷ്യപ്പെടുത്താന്നൊക്കെ അല്ലേ. സാക്ഷ്യം 4 കൊല്ലം നല്ല മാർക്കോട് പഠിച്ചിറങ്ങുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന്. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും കാണാൻ തുടങ്ങി. യേശുനാമത്തിൻ്റെ ശക്തി ബുക്കും വായിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഇയർ ജയിച്ചു, സെക്കൻഡ് ഇയർ ജയിച്ചു, തേർഡ് ഇയർ ഫോർത്ത് ഇയർ എല്ലാം ഫസ്റ്റ് ക്ലാസ്സോട് തന്നെ എനിക്ക് ജയിക്കാൻ നല്ല മാർക്കോടെ നല്ല വിധത്തിൽ കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഞാൻ ജയിക്കുവാണെങ്കിലും അങ്ങനെ കഷ്ടിച്ചൊക്കെ ജയിക്കുമായിരിക്കും, തട്ടിയും മുട്ടിയും ജയിക്കും, അത്രയും പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ ഫസ്റ്റ് ക്ലാസ് മണ്ടേ മാർക്കൊന്നും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈശോ ഒരുപാട് ആ പ്രാർത്ഥനയ്ക്ക് നല്ല വില കൊടുത്ത്. അതുകൊണ്ട് ഈ സഹോദരി
വില കൊടുത്തു. എന്ത് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളിൽ കുരിശിൻ്റെ വഴി, കുർബാന, കുമ്പസാരം, ബൈബിൾ വായന, ആ കൂട്ടത്തിൽ ഞാൻ അഭിഷേകം നിങ്ങളെ ഇപ്പൊ നീ ശരിക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇപ്പൊ ശരിക്കും എല്ലാ ഞായറാഴ്ച അഭിഷേകത്തിന് കാണും. ഇപ്പോൾ അഭിഷേകത്തിനോട് തുറവിയായി. ഈശോ അനുഗ്രഹിച്ച്. അതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എനിക്കൊരു 6 കൂട്ടുകാരുണ്ട്. ഞങ്ങൾ 7 പേരൊരു ഗ്യാങ്ങാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി ഒരാൾ തോറ്റു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്കും ജയിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല മാർക്കോട് കൂടി പഠിച്ചിറങ്ങാൻ. 7 പേരും അവരെന്താ, ഈ കുട്ടി മാത്രമല്ല, ആ ടീമിൽ കുറേ പേര് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടാവും. എന്തായാലും ആ 7 പേരും ഒട്ടും കുറവില്ലാത്ത മാർക്കോടെ പാസ്സാകാനും ഒരാൾക്ക് സങ്കടം വരാതിരിക്കാനും ദൈവം ഇടവരുത്തി അല്ലേ? ആർക്കും സങ്കടമായിട്ടില്ലല്ലോ. വേറെ ആരെങ്കിലും അഭിഷേകത്തിൽ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നീ മാത്രമേ കാണുന്നുള്ളോ? അവർ കുറച്ച് പേര് കാണുന്നുണ്ടോ? ഹോസ്റ്റലിലല്ല, കോളേജ് ഫുള്ള് കാണും. പിന്നെ കുഴപ്പമില്ല. നല്ലൊരു സിസ്റ്ററിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സിസ്റ്റർ ഇപ്പൊ കന്നഡക്കാരാണേലും ഹിന്ദിക്കാരാണേലും എല്ലാവരോടും കാണാൻ പറയും. ആണോ? അഭിഷേകത്തിന് കാണാൻ പറയും. കന്നഡക്കാരൊക്കെ വിഷമിച്ചിരിക്കും. ഞങ്ങൾ എന്നിട്ട് ഇംഗ്ലീഷ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. നിന്നെ പോലെ ഇങ്ങനെ മുഷ്കുള്ളവർ കുറച്ച് എല്ലാവരും അങ്ങനെയായിരുന്നു ആദ്യം. തുടക്കത്തിൽ എല്ലാവർക്കും അങ്ങനെയായിരുന്നു. അത് ശരിയാകത്ത അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ സാക്ഷിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വിശ്വാസം വന്ന് പിന്നെ പതുക്കെയാണ് ദൈവം ഹൃദയം തുറക്കണത്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്നായി കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. ദൈവഭക്തിയിൽ നല്ല പരിശീലനം വേണം. നിങ്ങൾ ജ്ഞാനം കുറവലവൻ ദൈവത്തോട് ചോദിച്ചോട്ടെ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപാട് സാക്ഷ്യങ്ങൾ, 100 കണക്കിന് സാക്ഷ്യങ്ങൾ. ഒരു പക്ഷേ ഞാൻ തന്നെ പല സാക്ഷ്യങ്ങൾ കണ്ട് ഓർക്കാണ്. കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ അവരെ ശിരസിലൊക്കെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ ദൈവം അനുഗ്രഹിച്ച സാക്ഷ്യങ്ങൾ. ഒട്ടും പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾ, അതായത് മനഃപൂർവ്വം ഉഴപ്പിയടിച്ച് നടന്നിട്ടല്ല, പക്ഷെ നന്നായിട്ട് പരിശ്രമിക്കും, പക്ഷേ പഠിക്കാൻ പറ്റുന്നില്ല. വന്നു, ആശീർവാദം സ്വീകരിച്ചു, അഭിഷേകാത്മയെ കണ്ടു, നേർച്ച നേർന്നു. എത്രയോ സാക്ഷ്യങ്ങളാണ് സഹോദരങ്ങളെ. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ പ്രത്യേകം നിയോഗം വെച്ച് ദൈവം ഇത്ര റാങ്ക് അതുപോലെ മാർക്ക് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഈ കുട്ടി സത്യം തന്നെ പഠിക്കാനെ കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും കർത്താവ് ഞാൻ മാത്രമല്ല കൂട്ടുകാരൊരു ടീമായിട്ട് നോക്കിയേ എത്രയോ ദൈവകൃപയിലേക്ക് അവരെ ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചാടി എഴുന്നേക്കാം. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. യുവജനങ്ങളും പല പരീക്ഷകളും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ വേറെ പല പരീക്ഷ IELTS OET അങ്ങനെ പല പരീക്ഷകളുണ്ടല്ലോ. അങ്ങനെ എല്ലാം ഒരുങ്ങിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ജ്ഞാനത്തിൻ്റെ വലിയൊരു കൃപയുടെ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറണം. അതേപോലെ തന്നെ ദിവസങ്ങളിൽ ചില കുട്ടികളെ കണ്ട് ഞാൻ ഉറക്കാണ്, അതായത് ഭയം മൂലം പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. അവസാനം പിന്നെ ഡോക്ടർമാരെ കണ്ടുവരുന്ന മെഡിസിൻ എടുക്കേണ്ടി വന്നു. അതുപോലെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളവർ, അതേപോലെ ആ സമയങ്ങളിൽ ടെൻഷൻ വന്ന രോഗപീഠകൾ വരുന്നവർ, അങ്ങനത്തെ എല്ലാവർക്കും വേണ്ടി പ്രത്യേക ഒരു ഡെലിവറൻസ് പ്രാർത്ഥനകൾ നടത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ വേറെ ഹോസ്റ്റലിൽ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും, അവർക്കെല്ലാം നമ്മളങ്ങ് പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുകയാണ്. ദൈവമേ, ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവിധങ്ങളായ പരീക്ഷകൾക്ക് എഴുതുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, പഠിക്കാൻ പറ്റാത്ത വിധം, ദൈവഭക്തി ഇല്ലാത്ത വിധം, കർത്താവ് ദൈവനിഷേധ യുക്തി ചിന്ത, പ്രാർത്ഥനയോട് താല്പര്യമില്ല, ആത്മീയ കാര്യങ്ങൾ താല്പര്യമില്ല, അങ്ങനെയുള്ള ഓരോ കെട്ടുകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈശോയുടെ നാമം ഇപ്പോൾ അങ്ങനെ അയക്കുന്ന കർത്താവ്, ഈശോയുടെ വചനം അയക്കുന്ന കർത്താവ്. ദൈവമേ, പരീക്ഷ അടുക്കുമ്പോൾ ഉത്കണ്ഠ, ടെൻഷൻ, ഭയം, ആദി, നിരാശ, കർത്താവെ പരീക്ഷ എഴുതണ്ട, അങ്ങനത്തെ ചിന്തകൾ വീട് വിട്ട് ഓടിപ്പോണം, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള പൈശാചിക തിന്മകളും കർത്താവെ കുഞ്ഞുങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും അടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല, പരീക്ഷ സമയത്ത് പെട്ടെന്ന് മറന്നു പോകും. ഇതുപോലെ കർത്താവേ
പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഓരോ കുട്ടികളെയും ആത്മീയമായും ഭൗതികമായും ഇവരെ ഉണ്ടാക്കുന്ന എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും ചിന്തപരമാണ്. ദുഷ്ടാത്മസേനയും അന്ധകാര ശക്തിയുമേശുവിൻ നാമത്താൽ അഴിയട്ടെ. കൈകൾ അടിച്ച് ദുഃഖ നിരാശ ചിന്തകളെല്ലാം യേശുവിൻ നാമത്താൽ അഴിയട്ടെ. ദൈവനിഷേധ യുക്തി ചിന്തയും പ്രാർത്ഥന മടി താല്പര്യമില്ലായ്മ ഭയം നിരാശ ചിന്തകളെല്ലാം യേശുവിൻ നാമത്താൽ അഴിയട്ടെ. രാജാധിരാജന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. രാജാധിരാജന മിശിഹാനാഥ നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് വലിയ ദൈവത്തിന് ജ്ഞാനം വന്ന് നിറയട്ടെ, ബുദ്ധി തെളിയട്ടെ കർത്താവേ. ജ്ഞാനം വന്ന് നിറയട്ടെ, ബുദ്ധി തെളിയട്ടെ കർത്താവേ. ഓർമ്മ ശക്തി ഇപ്പോൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 51-ാമത്തെ അധ്യായത്തിന്റെ വചനം ഇപ്പോൾ ഇവർ അയച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ബുദ്ധി, ഓർമ്മശക്തി, ജ്ഞാനം, അറിവ് ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പൊ വന്ന് നിറയട്ടെ, യുവതി യുവാക്കളുടെ മേൽ വന്ന് നിറയട്ടെ, കുട്ടികളുടെ മേൽ വന്ന് നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. കുഞ്ഞുങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞ് പോൽ നമ്മിൽ അണിഞ്ഞിടട്ടെ. കർത്താവേ, നിന്നാത്മാവാ നിറച്ചിടണേ, 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 നിറച്ചിടണേ. ഏതെങ്കിലും വിധത്തിൽ പരീക്ഷകൾ കൊറിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വ്യക്തികളെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുകയാണ്. ഞാൻ പരാജയപ്പെട്ടു പോകുമെന്നുള്ള അവിശ്വാസ ചിന്ത മാറി യേശുവിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നുള്ള ചിന്ത ഹൃദയത്തിൽ നിറയട്ടെ. സങ്കീർത്തനം 18:29 എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഈ കോട്ട ഞാൻ ചാടിക്കടക്കും. വിജയം നൽകുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. പ്രത്യാശ നിറയട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നെഹെമ്യ 2:20 സ്വർഗത്തിന്റെ ദൈവം നിനക്ക് വിജയം തരും. സംഭവിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിത്യജീവനുള്ള നിയോഗം കളയരുത്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ കാര്യം തുറന്നു പറയട്ടെ. ഈ അഭിഷേകാഗ്നി എപ്പിസോഡ് കാണാൻ ഇതുപോലെ ഞായറാഴ്ച രാത്രി 8:30 അല്ലാന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഇത് പുനഃസംപ്രേഷണം ശാലോം ടിവിയിൽ ചെയ്യുന്ന സമയത്ത്, അതുമല്ലെങ്കിൽ യൂട്യൂബിലൂടെ മറ്റേതെങ്കിലും സമയത്ത്, അതുമല്ലെങ്കിൽ ദിവസം ഒരു എപ്പിസോഡ് ആദ്യത്തെ എപ്പിസോഡ് മുതൽ കാണുന്നവർ, നിങ്ങളെല്ലാവരെയും നേരിട്ട് ഇപ്പോൾ കാണുന്നില്ലെങ്കിലും ആത്മാവിൻ്റെ കണ്ണുകളെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, വലിയൊരു ബഹുമാനമാണ്, ആദരവാണ്. നേരത്തെ ഇത് വേറൊരു സാഹചര്യത്തിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ നിത്യജീവന് നിയോഗം ലഭിച്ചിട്ടുള്ളവരാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവിതത്തിലേക്ക് വലിയ ഒരു നിയോഗം അവകാശമാക്കിയവരാണ് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരും. ചിലപ്പോൾ ചില ആൾക്കാർ പറയും, എടാ മോനെ അത് പോട്ടെ, സാരം നിനക്കത് യോഗമില്ല എന്ന് കൂട്ടാം, നിനക്കത് വിധിച്ചിട്ടില്ല, നിനക്കത് യോഗമില്ല എന്നൊക്കെ കൂട്ടാം, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ നമ്മൾ ആശ്വസിപ്പിക്കും. എന്നാൽ
ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും നിത്യജീവന നിയോഗമുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളായിട്ട് അത് തട്ടിക്കളയരുത്. കൊച്ചെ നീ ശ്രദ്ധിക്കണം, നീ അതൊക്കെ ഒന്ന് പോകാൻ നോക്കിക്കണം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 13-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 48. ബൈബിളൊക്കെ ഉള്ളവർ ബൈബിൾ തുറന്നെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീനിലൊക്കെ നോക്കി നന്നായിട്ട് വായിക്കാം. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല കാലഘട്ടം, പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ കാലഘട്ടം, സ്ലീഹന്മാരുടെ പ്രഘോഷണം നടക്കുകയാണ്. അവർ വിജാതീയരോട് വളരെ ശക്തമായിട്ട് യേശുവിനെ കുറിച്ച് ഇന്നേ വരെ കേട്ടു കേൾവി ഇല്ലാത്തവരോട് വളരെ ശക്തമായിട്ട് അവർ വചനം പ്രഘോഷിച്ചു. അപ്പസ്തോലന്മാർ വചനം പറഞ്ഞു. അപ്പോൾ ഈ വിജാതീയർ എന്നറിയോ, അവർ വചനത്തെ പ്രകീർത്തിച്ചു. ആ വചനത്തെ ദൈവമായി കണ്ടവർ പ്രകീർത്തിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതിനകത്ത് നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഓരോ സാക്ഷ്യങ്ങളും കാണുകയൊക്കെ ചെയ്യുമ്പോൾ, ഓരോ വ്യക്തിയുടെ അനുഭവം കാണുമ്പോൾ വിശ്വസിക്കുന്നത് ആരാ? നിത്യജീവന് നിയോഗമുള്ളവരാണ് വിശ്വസിക്കുന്നത്. നിത്യജീവന് നിയോഗമില്ലാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഞായറാഴ്ച വൈകുന്നേരം സമയം ഇപ്പോൾ ഒരു കുട്ടിയുടെ സാക്ഷ്യം കേട്ടതുപോലെ ആദ്യം താല്പര്യമില്ലെങ്കിൽ ശരിക്കും ആ കുട്ടിക്ക് നിത്യജീവൻ്റെ നിയോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വചനം കേൾക്കാൻ തയ്യാറാകുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും അപ്പം നിത്യജീവന് നിയോഗമില്ലേ? ഈ വിശ്വസിക്കുന്നവർക്ക് മാത്രം നിത്യജീവന് നിയോഗം ഉള്ളോ? ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ചില വ്യക്തികളെ കാണുമ്പോൾ ചിലപ്പോൾ ധ്യാനത്തിനൊക്കെ വരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള ഒരു താല്പര്യം ഇല്ലാതിരിക്കുന്ന ഒരു ചിലപ്പോൾ തുടക്ക ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കുടുംബങ്ങളിൽ ആത്മീയ കാര്യങ്ങളോട് പ്രാർത്ഥന ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ആദ്യ കാലങ്ങളിൽ, എന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഭയങ്കരമായ വേദനയും സങ്കടം ബുദ്ധിമുട്ടും എല്ലാം വരുമായിരുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെയെല്ലാം സംഭവിക്കാനുള്ള കാരണം? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 13-ാമത്തെ അധ്യായത്തിന് 46-ാമത്തെ തിരുവചനം, 48 നമ്മൾ വായിച്ചു കേട്ടത്. അതിന് മുകളിൽ വേറൊരു കൂട്ടരെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 46. പൗലോസും ബാർണബാസും ധൈര്യപൂർവം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിയരുടെ അടുക്കലേക്ക് തിരിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, അപ്പസ്തോലന്മാര് പൗലോസും ബാർണബാസും ഒക്കെ അടങ്ങുന്ന സ്ലീഹന്മാര് അവർ യഹൂദരോട് വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളോട് പ്രഘോഷിക്കുക ആവശ്യം തന്നെയായിരുന്നു. എന്നാൽ അവരെന്താ ചെയ്തത്? അവർ വചനത്തെ തള്ളിക്കളഞ്ഞു. അവർ വചനത്തെ താല്പര്യപ്പെട്ടില്ല. ഇത് കാര്യമില്ല, ഇത് സമയം മെനക്കെടുത്തേണ്ട കാര്യം. വേറെ സമൂഹത്തിന് നന്മയുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യ്. ഈ ലോകത്തിന്റെ ലൗകികമായ കുറെ വിജ്ഞാനവും കാര്യങ്ങളും നിങ്ങൾ പ്രസംഗിക്ക്. ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെ പറഞ്ഞ് അവരതിനെ തള്ളിക്കളഞ്ഞു. വചനത്തെ തള്ളിക്കളഞ്ഞപ്പോൾ പൗലോസ് അവരെ കുറിച്ച് പറയുകയാണ്, നിത്യജീവന് നിങ്ങൾ നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ട് നിത്യജീവന് യോഗ്യതയുള്ള, നിത്യജീവന് നിയോഗമുള്ള വിജാതരുടെ അടുക്കിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, നിത്യജീവന് വേണ്ടിയുള്ള നമ്മുടെ നിയോഗത്തെ നമ്മൾ വെറുതെ തള്ളിക്കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള പല വ്യക്തികളെയും നമ്മളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളെ ഒരു വ്യക്തി തള്ളിക്കളയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിത്യജീവനുള്ള ഒരു നിയോഗമാണ് അങ്ങോട്ട് തള്ളിക്കളയുന്നത്. അങ്ങനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യമൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആർക്കാണ് സഹോദരൻ നിത്യജീവന് നിയോഗമുള്ളത്?
നിത്യജീവന നിയോഗമുള്ളത് ഈ വചനപ്രകാരം ആരാണോ വചനം കേൾക്കുന്നത്, ആരാണോ വചനത്തിന് ഹൃദയത്തിന്റെ കാത് തുറന്നു കൊടുക്കുന്നത്, ആരാണോ വചനമായി തന്നെ ഉള്ളിലോട്ട് സ്വീകരിക്കുന്നത്, ആരാണോ വചനത്തിനനുസരിച്ച് ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നത്, ആരാണോ വചനത്തെ പ്രകീർത്തിക്കുന്നത്, ആരാണോ വചനം ജീവിക്കുന്നത്, അവനാണ് നിത്യജീവന നിയോഗമുള്ളത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എത്രയോ തവണ നമ്മൾ വചനത്തെ തള്ളിക്കളഞ്ഞു, എത്രയോ തവണ നമ്മൾ വചനത്തെ അവഗണിച്ചു, എത്രയോ തവണ ആത്മീയമായ ശുശ്രൂഷകളെ വേണ്ടാന്ന് വെച്ചു. അവിടെ എല്ലാം ഓർക്കണം, നിത്യജീവന നിയോഗം ഉണ്ടായിരുന്നു. അത് ഈ ലോകത്തിൽ സകല മനുഷ്യർക്കുണ്ട്, എല്ലാ മനുഷ്യർക്കും നിത്യജീവന നിയോഗമുണ്ട്. പക്ഷേ നമ്മളായിട്ട് പലപ്പോഴും തള്ളിക്കളയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിത്യജീവനുള്ള നിയോഗത്തെ തള്ളിക്കളഞ്ഞാൽ ഈ വചനപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് മറ്റു ജനതകളുടെ അടുത്തേക്കും മറ്റു ആൾക്കാരുടെ അടുത്തേക്കും ആരാണോ നിത്യജീവന നിയോഗമുള്ളതിൽ അതിനെ സ്വീകരിക്കുന്നത് അവരുടെ അടുത്തേക്ക് തിരിയും. പിന്നെ ഒരവസരം നമുക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 24-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 5:24, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വെളിപ്പെടുത്തുക, എന്നെ അയച്ച എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് നിത്യജീവനുള്ളത്, അവന് ശിക്ഷാവിധി ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് വേണ്ടി എത്രമാത്രം സമയം മാറ്റിവെക്കുന്നോ അത്രയും നമ്മൾ നിത്യജീവന്റെ വേണ്ടിയാണ് ഇതെല്ലാം മാറ്റിവെക്കുക. നിത്യജീവന്റെ നിയോഗം നമ്മൾ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ടോ, അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്നല്ല, അവൻ നിത്യജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം വചനത്തിലൂടെയാണ് യേശുവിനെ അറിയുന്നത്. യേശുവിനെ വചനത്തിലൂടെ അറിയുന്നവന് നിത്യജീവൻ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 3-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 17:3, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി യേശുവിനെ എങ്ങനെയാണ് അറിയുന്നത്, അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വചനത്തിലൂടെ യേശുവിനെ അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. വചനത്തിലൂടെ ഒരു മാർഗമാണ്. ആ വചനത്തിലൂടെ ഒരു വ്യക്തി യേശുവിനെ എന്തുമാത്രം അറിയുന്നോ അത്രയും നിത്യജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, നമുക്ക് എന്തുമാത്രം ഈശോനെ കുറിച്ച് അറിയാം, എന്തുമാത്രം സമയം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, എന്തുമാത്രം സമയം നമ്മൾ വചനം ധ്യാനിക്കുന്നുണ്ട്, എന്തുമാത്രം കാര്യങ്ങൾ വചനം ജീവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഓർക്കണം, ഏത് ജീവിതാവസ്ഥപ്പെട്ടില്ല ഓർക്കാം, നിത്യജീവൻ നിയോഗം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിത്യജീവൻ നിയോഗം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പസ്തോലന്മാര് അന്ന് വേറൊരു ഭാഗത്തേക്ക് കർത്താവ് പറഞ്ഞ് തിരിഞ്ഞ പോലെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നവരെ കർത്താവ് വഴിതിരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കും. അതാണ് ക്ഷണിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കം അല്ലേ. വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കമാണ്. എല്ലാവർക്കും നിത്യജീവന് വെളിയുണ്ട്, പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുടുംബ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും മടക്കല്ല, പക്ഷെ അവസാനം കളിച്ചു പിടിച്ച് ഒഴിവാക്കുന്ന വചനവായന ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കാണ് നിത്യജീവന്റെ നിയോഗമുള്ളത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 54-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 6:54, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന വേണ്ട എന്ന് വെക്കുമ്പോൾ ഒരു വ്യക്തി നിത്യജീവനെ തന്നെ അയോഗ്യനാക്കുകയാണ്. ഇന്നും എനിക്കറിയാം എൻ്റെ സഹോദരങ്ങളെ, കോവിഡും കഴിഞ്ഞ് ഓൺലൈൻ കുർബാന ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ചിന്തിച്ചു നോക്ക്, നിത്യജീവനെ തങ്ങളെ തന്നെ അയോഗ്യരാക്കുക, നിത്യജീവനെ തങ്ങളെ തന്നെ അയോഗ്യരാക്കുക, നിത്യജീവനെ തങ്ങളെ തന്നെ അയോഗ്യരാക്കുക. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ചോദിക്കേ, ഒരു വ്യക്തി മരിക്കാറായി അല്ലെങ്കിൽ ഒരു മരണത്തോട് അടുത്തൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ
നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ? വേഗം തന്നെ ഒരു അച്ഛനെ വിളിക്കുന്നു, കുമ്പസാരിപ്പിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന ഏതെങ്കിലും വിധത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രോഗിലേപനം കൊടുക്കുന്നു. എന്താ കാരണം? നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഇതെന്നറിയാം. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് ചെയ്യാനായിട്ട് കൂട്ടാക്കുകയില്ല. എന്തൊരു കഷ്ടമാണ് സഹോദരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 11, 12 തിരുവചനങ്ങൾ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുകയാണ്. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അപ്പൊ ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാനുള്ള മാർഗമാണ് കൂദാശകൾ. പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങൾ, വിശുദ്ധ കുർബാനയുടെ സ്വീകരണം വഴി ഈശോനെ നമ്മൾ സ്വന്തമാക്കുകയാണ്. വചനം സ്വീകരിക്കുക വഴി ഈശോനെ നമ്മൾ സ്വന്തമാക്കുകയാണ്. അങ്ങനെ സ്വന്തമാക്കിയാൽ നിത്യജീവൻ ഉണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പോരാ, കുമ്പസാരിക്കാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, നിത്യജീവനം നമ്മളെ തന്നെ യോഗ്യരാക്കാൻ ഒരു പരിശ്രമം എടുക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വചനം കുറച്ച് അധികം സമയം വായിച്ച് അത് ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കണം. ഈ നോമ്പ് കാലത്ത് പൗലോസിനെ ചെയ്തപോലെ ഈ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 8, 9 തിരുവചനങ്ങൾ. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഒരുപാട് പ്രവണതകൾക്ക് പിന്നാലെ നമ്മൾ പോയാൽ നിത്യജീവനം നമ്മളെ തന്നെ അയോഗ്യരാക്കാണ് തീർക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നല്ല തീരുമാനത്തിൽ നിലനിൽക്കാൻ കർത്താവ് കൃപ തരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി ഹൃദയം തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:19 കർത്താവിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നു, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ മനുഷ്യരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം ഇതിൻ്റെ മോഹങ്ങൾ, ആശകളെല്ലാം കടന്നു പോകും. ഇതിനപ്പുറം നിത്യജീവൻ അത് യാഥാർത്ഥ്യമുണ്ട്. വിശ്വാസ പ്രമാണത്തിൽ എത്രയോ തവണ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സത്യം ഉള്ളൊരുകെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ നമ്മൾ പരിശോധിക്കുകയാണ്. നിത്യജീവൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നിത്യജീവന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? അതോ ലോകത്തിന് പ്രത്യാശ അർപ്പിച്ച് നമ്മളെ തന്നെ അയോഗ്യരാക്കി തീർക്കുകയാണോ? ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഈശോയെ, ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്ന ലോകത്തെ കൈവിട്ടു പോയിടണം. എന്തുണ്ടു ലോകത്തിൽ ആശ നൽകാ, സർവവും മായയാ മാഞ്ഞു പോകും. എന്തുണ്ടു ലോകത്തിൽ ആശ നൽകാ, സർവവും മായയാ മാഞ്ഞു പോകും. കർത്താവിന്റെ സ്ഥലക്ക് 2 കരങ്ങളും ഉയർത്തി യേശുവിനെ നേടാൻ ലോകത്തെ ഉച്ഛിഷ്ടമായി കരുതിയ പൗലോസ്ലീഹായോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. കൈകൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ, 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 യേശുവേ. ഈ ലോകത്തിന്റെ സ്വാധീനങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുവേ.